പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങി എണീറ്റ് നോക്കിയപ്പം എനിക്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലേ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എൻ്റെ 2.5-3 വർഷത്തിൻ്റെ കഠിനാധ്വാനം, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, ഓവർ 12 മില്യൺ ടോട്ടൽ അക്കൗണ്ട് ഇൻസൈറ്റ് ആൻഡ് അതുപോലെ തന്നെ 17.4K ഫോളോവേഴ്സ് എല്ലാമുള്ള എൻ്റെ അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആയി. ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഉറക്കത്തുനിന്ന് എണീക്കുന്നത്. ഞാൻ നല്ല രീതിക്ക് ഷോക്കായി. കാരണം എന്താ പറയുക, ആ ഒരു 2.5 വർഷം കൊണ്ട് സംഭവത്തിൽ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ വീഡിയോസ് അങ്ങനെ എൻ്റെ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ ലൈക്ക് ഇങ്ങനൊരു ഇത്ര സപ്പോർട്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത്ര ഒരു റീച്ച് കിട്ടുമെന്നോ വിചാരിച്ചിട്ടൊന്നല്ല ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. പക്ഷേ ഇട്ട് തുടങ്ങി അതിലൊരു വീഡിയോ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ബെലൂഗൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് അത് വൈറലായത്. സോ അതിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പം ഓബ്വിയസ്ലി ഞാനൊരു ക്രിയേറ്റർ സ്റ്റാർഡം എല്ലാം ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് വിചാരിച്ചാത്തൊരു ടൈമിൽ കിട്ടിയതുകൊണ്ട് തന്നെ ഞാനത് നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ആൻഡ് ഈവൻ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിക്ക് അത് എൻജോയ് ചെയ്ത് വരുമായിരുന്നു. ആൻഡ് ഈവൻ അതിലോട്ട് തന്നെ മെയിൻ സ്ട്രീമായിട്ട് അതിലോട്ട് ഫോക്കസ് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോഴാണ് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നതും എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റാത്തതും. ഇന്നലെ രാത്രി ഞാൻ കിടക്കുന്നത് വരെ അത് ആ ഒരു അക്കൗണ്ട് യൂസ് ചെയ്തിട്ടും കഴിയുന്നവർക്കെല്ലാം റിപ്ലൈ കൊടുത്തിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്, ലൈക്ക് നോർമൽ റിപ്ലൈ കേട്ടോ. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങി എണീറ്റ് നോക്കിയപ്പം എനിക്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലേ. അക്കൗണ്ട് കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ ആകെ ടെൻഷനായി. കാരണം അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ. സോ ഏതായാലും ടെൻഷനായി. ഞാൻ അറിയാവുന്ന ക്രിയേറ്റർ ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ആൻഡ് അറ്റ് ലാസ്റ്റ് ഞാൻ ChatGPT-നോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്. അപ്പോൾ ChatGPT എനിക്ക് കൃത്യമായിട്ട്, ഞാൻ ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തപ്പോൾ ChatGPT എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി ആൻഡ് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഞാൻ ChatGPT പറഞ്ഞ അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്തു. അതുകൊണ്ട് ഇപ്പം എനിക്ക് ഈ അക്കൗണ്ട് തിരിച്ച് കിട്ടി. അപ്പോൾ അക്കൗണ്ട് തിരിച്ച് കിട്ടിയത് പറയാൻ വേണ്ടി മാത്രമല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പായിട്ട് എന്തായാലും ഒരു അക്കൗണ്ട് വേണമല്ലോ. സോ ആ അക്കൗണ്ടും കൂടെ നിങ്ങളടുത്തോട് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു അക്കൗണ്ട് ക്യാൻസലായി അല്ലെങ്കിൽ ഇനിയും വീണ്ടും ഡീആക്ടിവേറ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വേ ഓഫ് കോൺടാക്റ്റ് വേണമല്ലോ. സോ അതിന് എൻ്റെ ഒരു വേറൊരു അക്കൗണ്ട് ഞാൻ ഈ വീഡിയോയുടെ തന്നെ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെന്നിട്ട് അതും കൂടി ഫോളോ ചെയ്ത് വെക്കുക. ഈവൻ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ ഒരു അക്കൗണ്ട് മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം ആൻഡ് ഈ വീഡിയോയിൽ ടാഗും ചെയ്യും. സോ എല്ലാവരും ചെന്നിട്ട് ആ ഒരു അക്കൗണ്ട് കൂടെ ഫോളോ ചെയ്ത് വെക്കുക. ഇഫ് സപ്പോസ് ഇൻ ഫ്യൂച്ചർ ഈ ഒരു അക്കൗണ്ട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെ ഡീആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് ത്രൂ ലൈക്ക് കോൺടാക്റ്റ് വെക്കാൻ പറ്റും. ആൻഡ് ഐ വിൽ ബി പോസ്റ്റിംഗ് ഓൺ ദാറ്റ് ഓൾസോ. അതാണ് പിന്നെ വിചാരിച്ചു ഒരു ബാക്കപ്പ് അക്കൗണ്ട് ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് അക്കൗണ്ട് പുതിയത് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തിനാണ് കുറേ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഉള്ളൊരു അക്കൗണ്ട് അത് നല്ല രീതിക്ക് കൊണ്ടെടുക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ വേറെ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോയിട്ടുണ്ട്. ഞാൻ രാവിലെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ക്രിയേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഓര് പറഞ്ഞത് ഓലെ 1-2 ആൾക്കാരത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓലെ പരിചയത്തിലുള്ളവരത് പോയിട്ടുണ്ട്, വേറെ ആൾക്കാരെ പരിചയത്തിലുള്ളതും പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് ഞാനിതിൽ കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് വെച്ചിനി. ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇത് അയച്ചു തരാം, ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അയച്ചു തരാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് എൻ്റെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആൻഡ് ഈവൻ ഇത് ഇപ്പോൾ അക്കൗണ്ട് പോയ വേറെ ക്രിയേറ്റേഴ്സിനും ഇത് തന്നെയാണ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് വെച്ചിനി. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമേഷൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് മെയിനായിട്ട് പറയാനുണ്ടായിരുന്നത്. ബാക്കപ്പ് അക്കൗണ്ടിൻ്റെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടാണ്, എല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക. ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ഈ അക്കൗണ്ടിലും ആ അക്കൗണ്ടിൽ ഞാൻ ഇടുന്നതായിരിക്കും. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ വാച്ച സൈനിങ് ഓഫ്.